സുധാകരൻ ഇപ്പോൾ കെ സി വേണുഗോപാൽ ഇന്നലെ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന് ഒരിക്കലും കോൺഗ്രസിലേക്ക് പോകാൻ പറ്റില്ല. സുധാകരൻ്റെ മനസ്സിൽ ഈ കാര്യത്തിൽ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നു, ഈ കാര്യത്തിൽ BJPയുടെ പകുതി മനസ്സ് അദ്ദേഹത്തിനുണ്ട് എന്നത് അവിതർക്കിതമാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കറകളഞ്ഞ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. പക്ഷേ BJP ഉയർത്തിക്കൊണ്ടുവരുന്ന, ദേശവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരുന്ന രാജ്യസ്നേഹത്തിൻ്റെയും രാജ്യദ്രോഹികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നുഴഞ്ഞു കയറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കീഴടക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യദ്രോഹികളുടെ കരാള ഹസ്തത്തിലാണ് എന്ന ഞങ്ങളുടെ കാഴ്ചപ്പാടിനെ സുധാകരൻ അംഗീകരിക്കുന്നുണ്ട് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, എനിക്ക് മനസ്സിലായത്. യാതൊരു സംശയവുമില്ല, ആ കൂടിക്കാഴ്ച എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമായിരുന്നു. കാരണം ഇത്രയും ലാളിത്യത്തോടുകൂടി, ഇത്രയും സ്നേഹവും ബഹുമാനവും ആദരവും തന്ന് ഒരു കപ്പ് ചായയും കുടിച്ചാണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും സുധാകരനിൽ നിന്നും ധാരാളം പഠിക്കാനുണ്ട് എനിക്ക് മനസ്സിലായതിനോടൊപ്പം സുധാകരൻ ആശയം കൊണ്ട് ഈ വിഷയത്തിൽ, അതായത് ജമാഅത്തെ ഇസ്ലാമി അടക്കം പോപ്പുലർ ഫണ്ട് അടക്കം ഈ രാജ്യത്തെ രാജ്യദ്രോഹികൾ രാജ്യത്തിന് അപകടകരമാണ് എന്ന കാഴ്ചപ്പാട് സുധാകരന് ശക്തമായി ഉണ്ട് എന്ന് വ്യക്തമാണ്. പാലക്കാട് സമ്മേളനത്തിൽ പിണറായി വിജയൻ ഉയർത്തിയ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ വാക്കുകൾ വാസ്തവത്തിൽ BJPയുടെ വചനങ്ങളും വാക്കുകളുമാണ്. അപ്പോൾ പിണറായി വിജയൻ പറയുന്നതിന് മുമ്പ് ഈ കാര്യം സുധാകരൻ വ്യക്തമാക്കി, മൗനം കൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. സുധാകരനുമായുള്ള കൂടിക്കാഴ്ച വളരെ പോസിറ്റീവായിരുന്നു, വളരെ പ്രതീകാത്മകമായിരുന്നു BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഈ BJPയിൽ സുധാകരൻ പാർട്ടി വിട്ടാൽ ഏറ്റവും കൂടുതൽ വരുമെന്ന് പ്രതീക്ഷിക്കാവുന്ന പാർട്ടിയാണോ BJP? സുധാകരൻ ഇപ്പോൾ കെ സി വേണുഗോപാൽ ഇന്നലെ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന് ഒരിക്കലും കോൺഗ്രസിലേക്ക് പോകാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് ഈ രാജ്യദ്രോഹികളുടെ അടിമകളായി, ഈ രാജ്യദ്രോഹികളുടെ വോട്ടുകൾ മേടിച്ച് ഈ രാജ്യദ്രോഹികളോടൊപ്പമാണ് കോൺഗ്രസ് സഞ്ചരിക്കുന്നത്. സുധാകരൻ പാർട്ടി വിടുമോ ഇല്ലയോ അതെനിക്കറിയില്ല. അദ്ദേഹം പാർട്ടി വിടുകയാണെങ്കിൽ ബിപിൻ ബാബു ഉയർത്തിയ വിഷയം, അതായത് ഈ ഭീകരവാദികൾ CPMൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു, CPM പിടിച്ചടക്കിയിരിക്കുന്നു എന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും കോൺഗ്രസിൽ പോകാനാവില്ല. കാരണം ഇത് BJPയുടെ കാഴ്ചപ്പാടാണ്. കോൺഗ്രസ് പോപ്പുലർ ഫണ്ടിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കൂടെയാണ്. പിന്നെ എങ്ങനെയാണ് സുധാകരൻ അങ്ങോട്ട് പോകാൻ കഴിയുക? ഒരിക്കലും പോകാൻ കഴിയില്ല, ഒരു കാരണവശാലും പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സുധാകരൻ്റെ മനസ്സിൽ ഈ കാര്യത്തിൽ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നു, ഈ കാര്യത്തിൽ BJPയുടെ പകുതി മനസ്സ് അദ്ദേഹത്തിനുണ്ട് എന്നത് അവിതർക്കിതമാണ്.